ജീവിതയാത്രയിൽ ഉറ്റവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ട് എല്ലാവരെയും ഒറ്റയ്ക്കാക്കി അവർ യാത്രയാവുകയാണ് 23 പേരും. 23 പേരുടെയും മൃതദേഹം അവരുടെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിലരുടെ മൃതദേഹം വീട്ടിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. സുമേഷ് എസ് പിള്ളയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. സുമേഷിൻ്റെ സംസ്കാരം ഇന്ന് നടക്കും. 7 വയസ്സുള്ളൊരു മകളുണ്ട്, പറക്കമറ്റാത്തൊരു മകളുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും, അച്ഛൻ എന്താണ് പറ്റിയതെന്ന് പോലും തിരിച്ചറിയാനാകാതെ കുഞ്ഞുമകളെ രാവിലെ വീട്ടിൽ കണ്ട കാഴ്ചകൾ കണ്ട നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വർക്കല സ്വദേശിയായിട്ടുള്ള ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അലമുറട്ടെ കരയുന്ന ബന്ധുക്കളുടെ കരച്ചിലാണ് നമ്മൾ കാണുന്നത്. അമൽ തേനം പറമ്പിലുണ്ട്. അവിടെ അമൽ പറയൂ. ശ്രീജേഷിന്റെ മൃതദേഹം കൊച്ചിയിൽ നിന്നും ആംബുലൻസ് മാർഗം ഇപ്പോൾ സഹോദരിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് കിടാവിളാകം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവരുടെ സ്വന്തം വീടിരിക്കുന്നത് വർക്കലയിലാണ്. അവിടേക്ക് അല്പസമയത്തിനകം ഈ മൃതദേഹം കൊണ്ടുപോകുക. ഇവിടെ പൊതുദർശനം മാത്രമാണ് ഉണ്ടായിരിക്കുക. വളരെ കുറച്ച് സമയത്ത് മുൻപാണ് മൃതദേഹം എത്തിച്ചത്. ഈ അതേ സംസ്കാര ചടങ്ങിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഒരു വീട് പണിയുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ശ്രീജേഷിന്റെ വീടിനായി. ആ വീടിന്റെ പണി കഴിഞ്ഞ കുറെ കാലമായി മുടങ്ങിയിരിക്കുകയായിരുന്നു. തിരിച്ചുവരയിലെങ്കിലും ആ വീട് പണി പൂർത്തീകരിക്കണമെന്നുള്ളതായിരുന്നു ശ്രീജേഷിന്റെ ആഗ്രഹം. എന്തായാലും ഇപ്പോഴും ആ തറ എങ്ങനെ കിടക്കുന്നുണ്ട്. തൊട്ടു പിന്നിലായി അമ്മയെ സംസ്കരിച്ച സ്ഥലം ഇപ്പോൾ ചേർന്നായിരിക്കും ശ്രീജേഷിന് ശ്രീജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 6 വർഷമായി ശ്രീജേഷ് ആദ്യം സൗദിയിലായിരുന്നു. പിന്നീട് വന്നതിന് ശേഷമാണ് കുവൈറ്റിലേക്ക് പോയത്. അബുദാബിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിതം നയിച്ചു വരുന്ന ഒരാളാണ് ശ്രീജേഷിന്റെ പിതാവ്. ഈ അമ്മയുടെ മരണം സംഭവിച്ചിട്ട് ഏകദേശം 10 വർഷത്തോളമായി. അതിനുശേഷം പിതാവിന് ചില ഉണ്ടായ ശേഷം പിതാവിനെ കാണാതായിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിയുന്നു. അങ്ങനെ എല്ലാവിധത്തിലും വലിയ സങ്കടകരമായ അവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. സഹോദരിയുടെ വീട്ടിലാണ് ശ്രീജേഷ് വന്നാൽ സാധാരണ നിൽക്കാറ്. ആ വീടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ എത്തിയ ആളുകൾ വർദ്ധിച്ച് മടങ്ങുകയാണ്. അധികം ആളുകൾ തിരിച്ചിവിടെ വന്നു പോകുന്ന ഒരാളായതിനാൽ തന്നെ ശ്രീജേഷിന് ഇവിടെ പരിചയക്കാരൊക്കെ വളരെ കുറവാണ്. സഹോദരിയെ വിവാഹം കഴിച്ച ബന്ധമാണ് ശ്രീജേഷിന്റെ വീടുമായുള്ളത്. അല്പസമയത്തിനകം തന്നെ ശ്രീജേഷിന്റെ ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. പക്ഷേ 32 വയസ്സുകാരനാണ് ശ്രീജേഷും പുതിയ വീടിന് അടുത്തറിയിട്ടുണ്ട്. ആ സ്വപ്നം പൂർത്തിയാക്കാനാകാതെയാണ് അദ്ദേഹവും മടങ്ങുന്നത്. ഈ മാസം 6 തീയതിയാണ് കുവൈത്തിലേക്ക് ശ്രീജേഷ് പുറപ്പെട്ടത്. പുതിയ വീടെന്നുള്ള സ്വപ്നം അത് സാക്ഷാത്കരിക്കാനാകുമെന്നുള്ള സ്വപ്നത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ജോലിക്കായി കുവൈത്തിലേക്ക് പോയത്. അതിനിടയിലാണ് വിധി അതിദാരുണമായി ശ്രീജേഷിനെയും തട്ടിയെടുക്കുന്നത്.